ഇന്ത്യൻ രാഷ്ട്രീയം അതിവിപുലമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റമെന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വത്തിന് അനുകൂലമായ രാഷ്ട്രീയമാണ് എന്നൊരു വാദം അറിഞ്ഞോ അറിയാതെയോ ഗ്ലോറിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ. RSS BJPക്കാർ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നു എന്ന് RSSൻ്റെ BJPക്കാരിൽ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നു. അപ്പോഴും മോഹൻ ഭഗവതിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ ഹിന്ദുത്വ എന്ന് പറയുന്നതിനകത്ത് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യൻ ഹിന്ദുത്വത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരുമുണ്ട്, എല്ലാവരുമുള്ള ഒരു ഹിന്ദുത്വമാണ് ഇന്ത്യൻ ഹിന്ദുത്വം എന്ന് പറയുന്നു. എന്നാൽ എല്ലാവരും RSS അംഗങ്ങളല്ല. RSSന് 1 കോടി അംഗങ്ങൾ പോലും ഇല്ല, അത്രയും മെമ്പർഷിപ്പ് ഇല്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഭാരതത്തിൽ. അപ്പോൾ BJPക്കാരുമല്ല. തെരഞ്ഞെടുപ്പുകളിൽ മാറി മാറി BJPയും പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഒരു സ്ലീപ്പർ ഹിന്ദുവും ഒരു സൈലൻ്റ് ഹിന്ദുവും ഒരു ആക്റ്റീവ് ഹിന്ദുവും സൈലൻ്റ് ഹിന്ദുത്വവും ആക്റ്റീവ് ഹിന്ദുത്വവും സ്ലീപ്പർ ഹിന്ദുത്വവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹിന്ദുത്വത്തെയും വേർതിരിക്കാവുന്ന നിലയിലേക്ക് ഇന്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ളൊരു വേർതിരിവെന്ന് നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഇത് പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സജീവമായി ഞാൻ ഹിന്ദുവാണ് എന്നിപ്പോൾ സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഹിന്ദുവാണ്, അതിൽ അഭിമാനിക്കുന്നു, ആസാൻ ഇന്ത്യൻ, ഞാനൊരു ഹിന്ദുവാണ്, അതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ഹിന്ദുവുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുവാണ്, ഞാനതിൽ അഭിമാനിക്കുന്നു, ഞാൻ പിന്നെ ജാതി ഒന്നും പറയത്തില്ല, പിന്നെ അതിനകത്ത് ഞാൻ ബ്രാഹ്മണനാണ്, നമ്പൂരിയാണ്, നായരാണ്, ഈഴവരാണ്, പട്ടികജാതി അതൊന്നും പറയത്തില്ല. ഐ എം എ ഹിന്ദു, ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇന്ത്യയിൽ. അവരെല്ലാം BJPക്കും RSSന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവരെല്ലാം RSS BJPക്കാരുമല്ല. രണ്ടാമതൊരു വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ RSS BJPയുമായിട്ട് അനുഗുണനമായി നിൽക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട്. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിതമായി ഹിന്ദു ഉണരും അവരല്ലേ. ഇപ്പോൾ ശബരിമല വിഷയം വന്നപ്പോൾ അവരുടെ വിശ്വാസം ഉണർന്നപ്പോൾ സ്വാഭാവികമായി അവർ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ ആൻറ്റി ഗവൺമെൻറ്റും ഒക്കെ ആയി മാറും, സ്വാഭാവികമാണ്. കാരണം വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഉണ്ടാകുന്ന കാരണം ഹിന്ദുവിൻ്റെ വിശ്വാസമുള്ള ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നത്, തെരുവിലിട്ട് അലക്കുന്നത്. മറ്റേ മുസ്ലിം വിശ്വാസം സെമറ്റിക് മതമാണ്, അവിടെ പള്ളിയിൽ പോയോ ആരെയും തൊടാനൊന്നും പറ്റത്തില്ല, ക്രിസ്ത്യൻ മതത്തെ പോയി തൊടാൻ പറ്റത്തില്ല, ബൈബിളിനൊന്നും പറയാൻ പറ്റത്തില്ല, ഖുറാനൊന്നും പറയാൻ പറ്റത്തില്ല, അത് ഒന്നും തൊടാൻ പറ്റത്തില്ല. ഹിന്ദു മതത്തിലാണ് ഇത്രയും കിടന്ന ബഹളവും അട്ടഹാസവും യുക്തിവാദവും ശക്തിവാദവും എല്ലാം ഹിന്ദു മതത്തിൻ്റെ പുറത്താണ്. മറ്റതൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് കയറി വരുന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ആൾ. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു മതത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും അങ്ങോട്ട് ഹിന്ദുത്വ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു സാരാംശം. അങ്ങനെ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ. അതേസമയം വോട്ട് കിട്ടുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അതിനപ്പുറം ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ളൊരു കഥയല്ല. കാരണം നമ്മൾ നോക്കൂ, ഇപ്പോൾ പിന്നെ അയോധ്യ രാമക്ഷേത്രം പണിത സ്ഥലത്ത് BJPക്ക് വോട്ട് കിട്ടിയില്ല. അത് വലിയൊരു സൂചനയാണ്. RSSന് വോട്ട് കിട്ടിയില്ല. RSS തരത്തിൽ മത്സരിക്കുന്നില്ല, പക്ഷേ RSSൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടും അവിടെ വോട്ട് കിട്ടിയില്ല. മുസ്ലിം ബെൽറ്റിൽ ചിലയിടത്ത് വോട്ട് കിട്ടുന്നു, ക്രിസ്ത്യൻ ബെൽറ്റിൽ വോട്ട് കിട്ടുന്നു, ഹിന്ദു ബെൽറ്റിൽ സമ്പൂർണ്ണമായി വോട്ട് കിട്ടുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നു, ഇന്ത്യയെ ഒരിക്കലും RSS വൽക്കരിക്കാൻ അല്ലെങ്കിൽ ഹൈന്ദവവൽക്കരിക്കാൻ ഇന്ത്യയിൽ കഴിയില്ല. എന്തെന്നാൽ 2000 വർഷത്തെ പാരമ്പര്യമുണ്ട്, ക്ഷതമേറ്റതിൻ്റെ പാരമ്പര്യം. ഒരു 6000 വർഷത്തിൻ്റെ വേദസംസ്കാരം മുതൽ, ഹാരപ്പ സംസ്കാരം മുതൽ ഇങ്ങ് തുടങ്ങി, വേദസംസ്കാരത്തിൽ തുടങ്ങി, ലേറ്റർ വേദിക് പീരീഡൊക്കെ വന്ന് ഇങ്ങനെ വന്ന് ബ്രാഹ്മണിക്കൽ പീരീഡൊക്കെ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു കാരണവശാലും 2000 വർഷത്തെ പോറലേറ്റിട്ടും 700 വർഷക്കാലത്തെ പിന്നെ നമ്മുടെ മുഗൾ സാമ്രാജ്യക്കാരുടെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും വലിയ പോറലിനായിട്ടത് എത്രയോ അമ്പലങ്ങളാണ് ഇടിച്ചു നിരത്തി. നമ്മുടെ സോമനാഥ ക്ഷേത്രമൊക്കെ എത്രയോ വട്ടമാണ് ഇടിച്ചു നിരത്തിയത്. ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്രം ഇരുന്ന സ്ഥലത്താണ് ബാബറി മസ്ജിദ് എന്നുള്ള വലിയ വിവാദം ഇന്ത്യയിലായതാണ്. കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000കണക്കിന് ക്ഷേത്രങ്ങളാണ് മുസ്ലിം ഭരണാധികാരി കാലത്ത് ഇടിച്ചു നിരത്തപ്പെട്ടതെന്ന് ചരിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ മതക്കാർ ഇവിടെ വന്നിട്ട് മിഷണറി പ്രവർത്തനത്തിന് ഇന്ത്യയിൽ വന്നു. അവർ ബ്രിട്ടനിൽ നിന്ന് വരുമ്പോൾ 2 തരത്തിൽ, ഇംഗ്ലണ്ടിൽ നിന്ന് UK-യിൽ നിന്ന് 2 തരത്തിലുള്ള ആളുകൾ വന്നു. ഒന്ന് സ്നേഹം കൊണ്ട് മിഷണറി പ്രവർത്തനങ്ങൾ മാറ്റുന്നവർ, സുവിശേഷം കൊണ്ട് മാറ്റുന്നവർ. 2 രോഗശുശ്രൂഷ, ഗോതമ്പ് കൊടുക്കുക, മഞ്ഞൾപ്പൊടി കൊടുക്കുക, അങ്ങനെ ആതുരാലയം നടത്തുക, ഇങ്ങനെ സ്കൂൾ നടത്തുക, ഇങ്ങനെ നടത്തി ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്ന സുവിശേഷ പ്രവർത്തകരുണ്ട്. പല രൂപത്തിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ വന്നിട്ടും
ഹരിജനങ്ങളോ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റാൻ കഴിഞ്ഞില്ല. അത് തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അവരെ മാറ്റാൻ കഴിഞ്ഞേയില്ല. കാരണം എന്താണ്? അവർ പട്ടിണിയിൽ, ദാരിദ്ര്യത്തിൽ, രോഗത്തിൽ, കുടിവെള്ളമില്ല, കിടപ്പാടമില്ലാതിരുന്നപ്പോഴും അവർ മതം മാറ്റത്തിനൊന്നും ആരും തയ്യാറായില്ല. അപ്പോൾ അതൊരു സ്വത്വമാണ്, ഇന്ത്യയുടെ ഒരു പേരാണ്, അതെന്താണെന്നറിയില്ല. എന്നാൽ അവർ ജാതിയിൽ വിശ്വസിക്കുന്നു, ജാതിപരമായ വേർതിരിവുണ്ട്, മതപരമായ വേർതിരിവുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ഉള്ളപ്പോഴും തന്നെ ഇന്ത്യൻ ജനത സമ്പൂർണമായി, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം, ഞാൻ മുസ്ലിം സമൂഹം ക്രിസ്ത്യൻ സമൂഹം അവിടെ നിൽക്കട്ടെ, ഹിന്ദു സമൂഹം സമ്പൂർണമായി ഒരു ഹിന്ദുത്വ ലൈനിലേക്ക് ചിന്തിക്കുകയോ മാറുകയോ ചെയ്യുന്നില്ല. ഒരിക്കലും അത് ചെയ്യാനും പറ്റില്ല. അധികാരമെന്ന് പറയുന്നത് ഇങ്ങനെ മാറി തിരിഞ്ഞ് അധികാര ഘടനയൊക്കെ മാറി വരും. ജനാധിപത്യ സംവിധാനം തീർച്ചയായിട്ടും നിലനിന്ന് പോകും. അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ചിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ടകളൊക്കെ ഒരുപാട് വരാം, ഒരുപാട് പറയാം. പക്ഷേ അതിനപ്പുറമുള്ള ഒരു ഹിന്ദു രാഷ്ട്രം, ഒരു ഹിന്ദുത്വ രാഷ്ട്രമൊന്നും എളുപ്പമല്ല. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ ജനത അത് ഉൾക്കൊണ്ടിട്ടില്ല. ഇന്ത്യൻ ജനത പോകുന്നത് സമാധാനത്തിലാണ്, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. അവർ ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്നേ ഇല്ല. അത് സർവഛത്രാധിപതിയായിട്ടുള്ള ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ വളരെ കൃത്യമായ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി വന്നതിന് ശേഷം നരേന്ദ്രമോദി ഹിന്ദുത്വം മാത്രമാണ് പറഞ്ഞു പോയിരുന്നതെങ്കിൽ മുസൽമാന്മാരെയും മുസ്ലിങ്ങളെയും വല്ലാതെ കൈകാര്യം ചെയ്ത് കലാപവും കുഴപ്പമായി ഇനി ഞങ്ങൾ ഹിന്ദുക്കൾ മതിയെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ ജനം ടി വിയിൽ വന്നിരുന്ന് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനപരമായും സന്തോഷത്തോടെയും ജനാധിപത്യപരമായി കഴിയുന്നത് ഇന്ത്യയിലാണ്. മോഡിയുടെ ഭരണത്തിലും, നേരത്തെയുള്ള ഭരണത്തിലും മോഡിയുടെ ഭരണത്തിലും സമാധാനമായി കഴിയുന്നു. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇടയ്ക്ക് ചില ബീഫ്, പശു എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും വളരെ വ്യാപകമായിട്ടാണ് ഈ കലാപമൊക്കെ തീർന്നിരിക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും വലിയ രീതിയിൽ ഇവിടെ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കാൻ പറ്റുന്നു എന്നൊരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് BJP വീണ്ടും വന്നത്. ഹിന്ദുത്വം പറഞ്ഞിട്ടല്ല. അവർ ഒരുപാട് വികസന കാര്യങ്ങളിൽ ഇടപെട്ടു. ജലജീവ മിഷനിൽ ഇടപെട്ടു, സ്വച്ഛ ഭാരത് മിഷനിൽ ഇടപെട്ടു, കക്കൂസ് കൊടുക്കുന്നു, പിന്നെ ഉജ്ജൽ വഴി ഗ്യാസ് കൊടുക്കുന്നു, റെയിൽവേയിൽ വലിയ വികസനമുണ്ടാക്കി, കർഷകർക്ക് 6000 രൂപ കൊടുത്തു, സ്ത്രീകൾക്ക് കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുന്നു, ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നു. ആയിരക്കണക്കിന് 10000കണക്കിന് ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റ് കൂടി കൊണ്ടാണ് മോഡി സർക്കാരും അതുപോലെ പ്രോജക്റ്റുകളൊക്കെ നിൽക്കുന്നത്. അതിൽ വെൽഫെയർ ഉണ്ട്, ഗിഫ്റ്റ് കൊടുത്ത കഥകളുണ്ട്, നേരിട്ട് പണം കൊടുക്കുന്ന കഥകളുണ്ട്. ഇതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ചർച്ച ചെയ്യണം. അതില്ലാതെ ഹിന്ദുത്വം മാത്രം പറഞ്ഞുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ വേര് പിടിക്കത്തൊന്നുമില്ല. ഇന്ത്യൻ ജനത ഒരിക്കലും ഹിന്ദുത്വ ജനതയായി മാറാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളിലൊക്കെ ഒന്നുകിൽ സപ്രസ് ചെയ്ത് ഇവിടെ കിടന്നോണം, അല്ലെങ്കിൽ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ മറ്റു രാജ്യങ്ങളിൽ പൊക്കോണം, ക്രിസ്ത്യാനികളെല്ലാം അവരുടെ രാജ്യത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇന്ത്യൻ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം എന്ന് പറയുന്നൊരു വിഷയം അടിച്ചേൽപ്പിക്കാനും കഴിയില്ല, സ്നേഹിച്ചു കൊണ്ടുവരാനും കഴിയില്ല. പിന്നെ പറ്റുന്ന എന്താണ്, ഇവിടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്തെടുക്കുമ്പോൾ, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സൈലന്റ് ഹിന്ദുക്കൾ ചിലപ്പോൾ ആക്റ്റീവ് ഹിന്ദുക്കളാക്കും. അത് കഴിയുമ്പോൾ ആക്റ്റീവ് ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ട് അങ്ങ് സൈലന്റ് ഹിന്ദുക്കളായി മാറും, ചിലർ സ്ലീപ്പർ ഹിന്ദുക്കളായി മാറും. അങ്ങനെ പലതരത്തിലായി എന്തായാലും അടിസ്ഥാനപരമായി ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എളുപ്പമല്ല. അതിനി ആരെല്ലാം എന്തൊക്കെ പണിതാലും സംഘപരിവാറല്ല, RSS അല്ല, BJP അല്ല, എത്ര സംഘടനാ പ്രവർത്തനം നടത്തിയാലും അത് പ്രായോഗികമല്ല. ഇന്ത്യൻ ജനത അത് അനുവദിക്കില്ല എന്നാണ്. ഒരധീശത്വവും, ഒരാളിൻ്റെ അധീശത്വവും, അത് മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രങ്ങളുടെയോ ഒരധീശത്വവും അനുവദിക്കുന്ന ജനതയല്ല ഇന്ത്യൻ ജനത. എല്ലാ അധീശത്വങ്ങളെയും പിന്മാറി, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറി അതിനെ കുഴിച്ചു മൂടി മുന്നോട്ട് തന്നെ പോയിട്ടുള്ളൊരു ജനതയാണ്. അതുകൊണ്ട് നമ്മൾ ഹിന്ദുത്വ അജണ്ട എന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ ഈ രാജ്യത്ത് നടക്കുന്ന മറ്റൊരുപാട് സാമൂഹ്യ വിഷയങ്ങളും മറ്റ് വിഷയങ്ങളുമുണ്ട്. അതിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഇടപെടാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ ആ ഭാഗം കൂടി ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ കേവലം ഹിന്ദു വർഗീയത, തീവ്രവാദി എന്നൊക്കെ പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നില്ല. ഒരിക്കലും അങ്ങനെ ഇന്ത്യൻ ജനത, ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം അങ്ങനെ സമ്പൂർണമായി ആർക്കും സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുമില്ല. അവരെ അങ്ങനെ സറണ്ടർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുമില്ല.